ആപ്പിൾ ട്രീ തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതിയും കോൺഗ്രസ് നേതാവുമായ കെ.ജെ. ജെയിംസിനെ ആറന്മുള പോലീസ് അറസ്റ്റ് ചെയ്തു. ചിട്ടിയുടെ പേരിൽ 36 കോടി രൂപ തട്ടിപ്പ് നടത്തിയെന്ന പരാതിയെ തുടർന്നാണ് അറസ്റ്റ്. നേരത്തെ കമ്പനി മാനേജിംഗ് ഡയറക്ടറെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. സ്റ്റേഷനിൽ കൊണ്ടുവന്ന പ്രതിയുടെ ദൃശ്യങ്ങൾ പകർത്തുന്നത് തടയാൻ ശ്രമിക്കുകയും പോലീസുകാരെ കയ്യേറ്റം ചെയ്യുകയും ചെയ്തതിന് കൊടിക്കുന്നിൽ സുരേഷ് എംപിയുടെ PA അമീറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആപ്പിൾ ട്രീ തട്ടിപ്പ് കേസിലെ രണ്ടാം പ്രതിയും കോട്ടയം DCC മുൻ സെക്രട്ടറിയുമായ കെ.ജെ. ജെയിംസിനെ ചങ്ങനാശ്ശേരിയിലെ പാർട്ടി ഓഫീസിൽ നിന്നുമാണ് മഫ്തിയിലെത്തിയ പോലീസ് സംഘം കസ്റ്റഡിയിലെടുത്തത്. ചിട്ടി നടത്തിപ്പിലൂടെ സ്വരൂപിച്ച 36 കോടി രൂപ തട്ടിയെടുത്തതിന്റെ മുഖ്യ സൂത്രധാരൻ ജെയിംസ് ആണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. വിവിധ സ്റ്റേഷനുകളിലായി 66 കേസുകളാണ് ആപ്പിൾ ട്രീ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നിലവിലുള്ളത്. ആറന്മുള സ്റ്റേഷനിൽ മാത്രം ഇതുവരെ 4 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കസ്റ്റഡിയിലെടുത്ത പ്രതിയെ ആറന്മുള സ്റ്റേഷനിലെത്തിച്ചെങ്കിലും അറസ്റ്റ് രേഖപ്പെടുത്താതിരിക്കാനായി കടുത്ത രാഷ്ട്രീയ സമ്മർദ്ദമാണ് പോലീസിനുണ്ടായത്. മുൻ കേന്ദ്രമന്ത്രി ഉൾപ്പെടെ നിരവധി ആളുകളാണ് ജെയിംസിനായി സ്റ്റേഷനിൽ വിളിച്ചത്. തുടർന്ന് IG-യുടെ നിർദ്ദേശപ്രകാരമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. കോടതിയിൽ ഹാജരാക്കാനായി പ്രതിയുമായി സ്റ്റേഷനിൽ നിന്നിറങ്ങിയ പോലീസുകാരെ കോട്ടയത്ത് നിന്നെത്തിയ കോൺഗ്രസ് പ്രവർത്തകർ ആക്രമിച്ചു. ദൃശ്യങ്ങൾ പകർത്തിയ മാധ്യമപ്രവർത്തകരെ ആക്രമിച്ച് ക്യാമറ നശിപ്പിക്കാനും ശ്രമമുണ്ടായി. ഇവരെല്ലാം തന്നെ മാടപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഔദ്യോഗിക വാഹനത്തിലായിരുന്നു ആറന്മുള സ്റ്റേഷനിലെത്തിയത്. പോലീസിനെ ആക്രമിച്ച കേസിൽ കൊടിക്കുന്നിൽ സുരേഷ് എംപിയുടെ PA അമീർ അടക്കം 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ ഹാജരാക്കിയ ജെയിംസിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. S. ശ്യാംകുമാർ, റിപ്പോർട്ടർ, പത്തനംതിട്ട.